1978 സൗത്ത് കൊറിയൻ ആക്ട്രസായ ചോയ് യുൻഹെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നു. എന്നാൽ പിന്നീടാണ് ചോയ് കടത്തപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വിവരം പുറം ലോകമറിഞ്ഞത്. 21 വർഷത്തോളം സ്വന്തം രാജ്യത്തേക്ക് പോലും തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ബന്ദിയാക്കപ്പെട്ട ചോയ് യുൻഹിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. കടത്തപ്പെട്ട ചോയ് യുൻഹിയെ ഒരു വലിയ പാലസിലാണ് അടച്ചു വെച്ചിരുന്നത്. ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ കിടക്കുന്നത് ഒരു ലക്ഷറി ബെഡ്റൂമിലാണ്. ചോയ് പേടിച്ചു വിറച്ച് ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവൾ കണ്ടത് ആ പാലസ് മുഴുവൻ ആയുധധാരികളായ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നതാണ്. ഈ സ്ഥലം ഏതാണെന്നും തന്നെ ആരാണ് കടത്തിക്കൊണ്ടുവന്നത് എന്നും ആ പട്ടാളക്കാരോട് ചോദിക്കാനുള്ള ധൈര്യം പോലും അവൾക്കുണ്ടായിരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയ സമയത്ത് നോർത്ത് കൊറിയൻ ഫ്ലാഗ് പറക്കുന്നതാണ് ചോയ് ആദ്യം കണ്ടത്. ഇതോടെ തന്നെ കടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് നോർത്ത് കൊറിയയിലേക്കാണെന്ന് ചോയ്ക്ക് മനസ്സിലായി. ഈ സമയം അവിടേക്ക് ഒരു ആർമി ഓഫീസർ വന്ന് ചോയ് യുൻഹിയോട് ഒരു കാര്യം പറഞ്ഞു. നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഇൽ താങ്കളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുകൂടെ കേട്ടതും ചോയ് യുൻഹി പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. കാരണം നോർത്ത് കൊറിയയിലെ കർശനമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചും അവിടെയുള്ള ക്രൂരനായ പ്രസിഡന്റിനെ കുറിച്ചുമെല്ലാം അവൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇതേസമയം സൗത്ത് കൊറിയയിൽ ആക്ട്രസ് ചോയ് യുൻഹി കടത്തപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പോലീസ് ശക്തമായ തിരച്ചിലും തുടങ്ങി. ഈ കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യം സംശയിച്ചിരുന്നത് ഡയറക്ടറായ ഷിൻ സാങ്ങിനെയാണ്. പോലീസിന് അയാളെ സംശയം തോന്നാൻ ചില കാരണങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ചോയ് യുൻഹിയുടെ സിനിമ ഡയറക്ട് ചെയ്താണ് ഷിൻസാങ് ഫിലിം ഫീൽഡിലേക്ക് കടന്നു വന്നത്. ആ ഫിലിം വിജയിച്ചതോടെ ഷിൻസാങ് ഒരു ഫേമസ് ഡയറക്ടറായി. പിന്നീടുള്ള അയാളുടെ സിനിമകളിലെല്ലാം ചോയ് യുൻഹി മാത്രമായിരുന്നു നായിക. ആ ഫിലിമുകളെല്ലാം തന്നെ വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരുവരും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയും ചെയ്തു. അവർക്ക് 2 കുട്ടികളുമുണ്ടായി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഷിൻസാങ് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ മറ്റൊരു യങ് ആക്ട്രസിനെ കണ്ടെത്തി. പിന്നീടുള്ള അയാളുടെ പുതിയ സിനിമകളിലെല്ലാം അവരായിരുന്നു നായിക. ഇത് ചോയ് യുൻഹിയെ വല്ലാതെ വിഷമിപ്പിച്ചുവെങ്കിലും അവൾ അതേക്കുറിച്ച് ഷിൻസാങ്ങിനോട് കാര്യമായ ഒരു പരാതിയും പറയാൻ നിന്നില്ല. താൻ എതിർത്തിട്ടും കാര്യമില്ല എന്ന് ചോയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഷിൻസാങ് ചോയ് യുൻഹിയോട് ഒരു കാര്യം വെളിപ്പെടുത്തി. തന്റെ സിനിമയിലെ പുതിയ ആക്ട്രസുമായി താൻ അടുപ്പത്തിലാണ് എന്നായിരുന്നു ഷിൻസാങ്ങിന്റെ വെളിപ്പെടുത്തൽ. ഇത് കേട്ട് ചോയ് യുൻഹി ആകെ തകർന്നുപോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇരുവരും ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഇവർ ഡിവോഴ്സായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ചോയ് യുൻഹിയെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നത്. അതുകൊണ്ടാണ് സൗത്ത് കൊറിയൻ പോലീസ് ഷിൻസാങ്ങിനെ പ്രൈം സസ്പെക്റ്റായി കണ്ടത്. പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ താനല്ല ചോയ് യുൻഹിയെ കടത്തിക്കൊണ്ടുപോയത് എന്ന് അയാൾ പലതവണ പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഷിൻസാങ്ങിനെ സൗത്ത് കൊറിയൻ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഇതേസമയം നോർത്ത് കൊറിയൻ പ്രസിഡന്റായ കിം ജോങ് ഇൽ ചോയ് യുൻഹിയോട് അവളെ കടത്തിക്കൊണ്ടുവന്നത് എന്തിനാണ് എന്നുള്ളത് വെളിപ്പെടുത്തി. നിങ്ങൾ അഭിനയിച്ച മിക്ക സിനിമകളും സൗത്ത് കൊറിയയിലെ ജനങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതുപോലുള്ള സിനിമകൾ ഇനി മുതൽ നോർത്ത് കൊറിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയും നിർമ്മിക്കണമെന്നുമായിരുന്നു അയാൾ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർത്തത്. ഇതിനൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ചോയ് യുൻഹി. അവളാകെ പേടിച്ചിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിനു ശേഷം കിം ജോങ് ഇൽ ചോയ് യുൻഹിയോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കുറച്ചു ദിവസം വിശ്രമിച്ചതിനു ശേഷം പുതിയ സിനിമകളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. ഇതിനെന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പ്രിസൺ ക്യാമ്പിലേക്ക് പോവാൻ തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞാണ് കിം ജോങ് ഇൽ അവിടെ നിന്നും പോയത്. ചെകുത്താനും കടലിനും നടുക്കാണ് താൻ നിൽക്കുന്നത് എന്ന് ചോയ് യുൻഹിക്ക് മനസ്സിലായി. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒന്നല്ല എത്ര സിനിമകൾ വേണമെങ്കിലും ചെയ്യാൻ അവൾ ഒരുക്കമായിരുന്നു. സത്യത്തിൽ പ്രശ്നം അതൊന്നുമായിരുന്നില്ല. ഒരുപക്ഷെ ചോയ് നിർമ്മിക്കുന്ന സിനിമകൾ പ്രസിഡന്റ് കിം ജോങ് ഇലിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയാളുടെ പട്ടാളക്കാർ അവളെ കൊല്ലാനും മടിക്കില്ല. ഒടുവിൽ ചോയ് യുൻഹി ഒരു തീരുമാനം മനസ്സിലുറപ്പിച്ചു. പ്രസിഡന്റ് കിം ജോങ് ഇല്ലിനു വേണ്ടി സിനിമയെടുക്കാം. ആ സിനിമയെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നോർത്ത് കൊറിയയിൽ നിന്നും രക്ഷപ്പെടാമെന്നായിരുന്നു ചോയ് യുൻഹി ചിന്തിച്ചത്. ഒരുപക്ഷെ രക്ഷപ്പെടുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ അവർ തന്നെ കൊല്ലുമായിരിക്കും. തന്നെ കൊന്നാലും കുഴപ്പമില്ല, പ്രിസൺ ക്യാമ്പിലേക്ക് മാത്രം കൊണ്ടുപോവാതിരുന്നാൽ മതി എന്നായിരുന്നു ചോയുടെ ആഗ്രഹം. കാരണം പ്രിസൺ ക്യാമ്പിനെ പറ്റി ചോയ് ഒരുപാട് കേട്ടിട്ടുണ്ട്.
കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന വലിയൊരു സ്ഥലത്താണ് നോർത്ത് കൊറിയൻ പ്രിസൺ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ആ പ്രിസൺ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നോർത്ത് കൊറിയൻ പ്രസിഡന്റിനെയും ഗവൺമെന്റിനെയും എതിർക്കുന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് വർഷങ്ങളോളം പീഡിപ്പിച്ച് പണിയെടുപ്പിച്ച് ശിക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതിനിടയിൽ പലരെയും മൃഗീയമായ രീതിയിൽ കൊന്നുതള്ളും. ഒരാൾ തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ അയാളെ മാത്രമല്ല അയാളുടെ മൊത്തം കുടുംബത്തെയും പ്രിസൺ ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ടുപോകും. അതുകൂടാതെ ആ ഫാമിലിയിലെ അടുത്ത 3 തലമുറയും ആ ജയിലിനകത്താകും വളരുന്നത്. ഇതുപോലുള്ള ശിക്ഷകളെ പേടിച്ചാണ് നോർത്ത് കൊറിയയിലെ ജനങ്ങളാരും ഗവൺമെന്റിനെതിരെ ഒന്നും പറയാതിരിക്കുന്നത്. പ്രിസൺ ക്യാമ്പിനകത്ത് പെട്ടുപോയാൽ ഒരിക്കലും അവിടെ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. ആ ജയിലിനകത്തെ ഓരോ ജയിൽ പുള്ളിക്കും ഒരു ദിവസം 14 മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടതായി വരും. എത്രയൊക്കെ പണിയെടുത്താലും അവർക്ക് ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കിട്ടുകയുള്ളൂ. അതും വളരെ കുറച്ചു മാത്രം. അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. പ്രിസൺ ക്യാമ്പിലെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഒരുപാട് പേർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രിസൺ ക്യാമ്പിലെ ഗാർഡ്സിന്റെ കയ്യിൽപ്പെട്ടാൽ ജീവനോടെ പിടിക്കാൻ സാധിക്കുകയില്ല എന്ന് ഗാർഡ്സിന് തോന്നിയാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ അവർ വെടിവെച്ചിടും. അതല്ല, അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ പ്രിസൺ ക്യാമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് എല്ലാ ജയിൽ പുള്ളികളും നോക്കി നിൽക്കെ ഗാർഡ്സ് എല്ലാവരും ചേർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ കല്ലെറിഞ്ഞു കൊല്ലും. കല്ലേറുകൊണ്ട് മരിക്കുന്നയാളുടെ ദയനീയാവസ്ഥ കണ്ടാൽ പേടിച്ച് മറ്റാരും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. കടുത്ത ശിക്ഷയും പട്ടിണിയും കൊണ്ട് ജയിലിലെ ആളുകളെല്ലാവരും തന്നെ വളരെയധികം ക്ഷീണിക്കും. നോർത്ത് കൊറിയയിലെ ഓരോ തണുപ്പ് കാലത്തും നിരവധി ആളുകളാണ് ആ ജയിലിനകത്ത് മരിച്ചു വീഴുന്നത്. ഇതുകൊണ്ടാണ് പ്രിസൺ ക്യാമ്പിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് ചോ യൂൻ ഹി തീരുമാനിച്ചത്. ഇതേസമയം ചോ യൂൻ ഹിയുടെ മിസ്സിംഗിന് പിന്നിൽ ഷിൻസാങ്ങിന് പങ്കുള്ളതായി കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയൻ പോലീസിന് അയാളെ വിട്ടയക്കേണ്ടതായി വന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഷിൻസാങ്ങിന് ഒരു കാര്യം ഉറപ്പായിരുന്നു: ചോ യൂൻ ഹിയെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിച്ചില്ലെങ്കിൽ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും. ഒരുപക്ഷെ ഇനിയും ജയിലിനകത്തായാൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചോ യൂൻ ഹിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയേണ്ടത് പോലീസിനേക്കാളും കൂടുതൽ തന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഷിൻസാങ് തന്റേതായ രീതിയിൽ ചോ യൂൻ ഹിയെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അവളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടുമെല്ലാം ഷിൻസാങ് കാര്യം തിരക്കിപ്പോയെങ്കിലും അവർക്കെല്ലാം സംശയമുണ്ടായിരുന്നത് അയാളെ തന്നെയായിരുന്നു. അതിനാൽ പലരും അയാളോട് വളരെ മോശമായ രീതിയിലായിരുന്നു പെരുമാറിയത്, ഒരാൾ ഒഴികെ. ഹോങ്കോങ് സ്വദേശിയായ ആ വ്യക്തി ചോയ് മിസ്സിംഗ് ആവുന്നതിന് മുൻപ് അവർ വർക്ക് ചെയ്തിരുന്ന എല്ലാ സിനിമകളിലും കൂടിയുണ്ടായിരുന്ന വ്യക്തിയാണ്. അയാൾ ഷിൻസാങ്ങിനോട് ഒരു കാര്യം വെളിപ്പെടുത്തി: ചോ യൂൻ ഹി ഹോങ്കോങ്ങിൽ ഒരു വലിയൊരു പ്രൊഡ്യൂസറിനെ കാണാൻ പോയതാണ്. അയാൾക്ക് വേണ്ടി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് അതിൽ അഭിനയിക്കാമെന്നും ചോ യൂൻ ഹി തീരുമാനിച്ചിരുന്നു. അങ്ങനെ പ്രൊഡ്യൂസറിനെ കാണാനായി ഹോങ്കോങ്ങിലേക്ക് പോയ സമയത്താണ് അവർ കടത്തപ്പെട്ടത്. ഇത് കേട്ടതും ഹോങ്കോങ്ങിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ ഷിൻസാങ് തീരുമാനിച്ചു. അങ്ങനെ അയാൾ ഹോങ്കോങ്ങിലെത്തി. അവിടെ ചോ യൂൻ ഹി കാണാനെത്തിയ പ്രൊഡ്യൂസറിനെ അന്വേഷിച്ച് നടന്ന ഷിൻസാങ്ങിന് ഒരു കാര്യം മനസ്സിലായി: ഹോങ്കോങ്ങിലെത്തിയ ചോ യൂൻ ഹിയെ സഹായിക്കാൻ മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ലില്ലി. എന്നാൽ പിന്നീട് ചോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഇതോടെ ഷിൻസാങ് ഹോങ്കോങ്ങിലെ ഒരു സീക്രട്ട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനോട് ചോയിനെ കണ്ടുപിടിക്കാൻ സഹായം ചോദിക്കുന്നു. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ അന്വേഷണത്തിൽ 2ാം നാൾ തന്നെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ചോ യൂൻ ഹിയോടൊപ്പം ഹോങ്കോങ്ങിലുണ്ടായിരുന്ന ലില്ലി എന്നു പേരുള്ള ആ സ്ത്രീയുടെ ഐഡന്റിറ്റി ഫേക്ക് ആണ്. മാത്രമല്ല, ആ സ്ത്രീ ഒരു നോർത്ത് കൊറിയൻ സ്പൈ ആണെന്നും അവൾ ചോയിയെ നോർത്ത് കൊറിയയിലേക്ക് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുമായിരുന്നു ലഭിച്ച വിവരം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാതിരിക്കുന്ന സമയത്താണ് ചോയുടെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്ത ഹോങ്കോങ് സ്വദേശി അവിടെ എത്തിയത്. അയാൾ പറഞ്ഞതിന് പ്രകാരമാണ് ഷിൻസാങ് ഹോങ്കോങ്ങിൽ വന്ന് തിരച്ചിൽ നടത്തിയത്. ആ വ്യക്തിയോട് ഷിൻസാങ് അയാൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ചോയ് ഒരുപക്ഷെ നോർത്ത് കൊറിയയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും അവിടെ പോയി അവളെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നും ഷിൻസാങ് ആ വ്യക്തിയോട് ചോദിച്ചു. അതിന് തന്റെ കയ്യിൽ ഒരു മാർഗമുണ്ട് എന്ന് പറഞ്ഞ് ഷിൻസാങ്ങിനെയും കൊണ്ട് ആ ഹോങ്കോങ്ങുകാരൻ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയി. അവരെയും കാത്ത് അവിടെ ഒരു ബോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം ആ ബോട്ടിൽ കയറിയതിനു ശേഷം വിശദമായി പറയാമെന്ന് പറഞ്ഞ് ഷിൻസാങ്ങിനെയും കൂട്ടി അയാൾ ആ ബോട്ടിനകത്ത് കയറി. ഈ സമയത്താണ് ആ ഹോങ്കോങ്ങുകാരൻ മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തിയത്: ലില്ലി മാത്രമല്ല, ഞാനും ഒരു നോർത്ത് കൊറിയൻ സ്പൈ ആണ്. ചോ യൂൻ ഹിയെ മാത്രമല്ല, ഡയറക്ടറായ തന്നെയും കടത്തുന്നത് തങ്ങളുടെ പ്ലാനിലുള്ള കാര്യമാണ്. ഇനി നമ്മൾ നോർത്ത് കൊറിയയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഷിൻസാങ്ങിനെയും കൊണ്ട് ആ ബോട്ട് നോർത്ത് കൊറിയ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു.
നോർത്ത് കൊറിയയിൽ ബോട്ട് ഇറങ്ങിയപ്പോൾ മുതൽ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമായിരുന്നു ഷിൻസാങ്ങിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ചോ യുൻഹിയെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അയാൾക്ക് സമയമുണ്ടായിരുന്നില്ല. ഷിൻസാങ്ങിനും നോർത്ത് കൊറിയയിലെ പ്രിസൺ ക്യാമ്പിനെ കുറിച്ചുള്ള അറിവുണ്ട്. ഒരുപക്ഷെ തന്നെ പ്രിസൺ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതകൾ തീരെ കുറവാണ്. അതിനാൽ അവിടെ എത്തിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച അയാൾ ഒരു ചാൻസിനു വേണ്ടി കാത്തിരുന്നു. ഒരവസരം ലഭിച്ചപ്പോൾ ഗാർഡ്സിന്റെ കണ്ണു വെട്ടിച്ച് ഷിൻസാങ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. ഷിൻസാങ്ങിനെ താമസിപ്പിച്ചിരുന്ന വീടിന് പുറത്തു കിടന്ന ഒരു കാറെടുത്താണ് അയാൾ രക്ഷപ്പെട്ടത്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഷിൻസാങ് നോർത്ത് കൊറിയൻ പട്ടാളത്തിന്റെ പിടിയിലായി. ഇതോടെ ഷിൻസാങ്ങിനെ പ്രിസൺ ക്യാമ്പിലടച്ചു. പ്രിസൺ ക്യാമ്പിലെ ശിക്ഷാരീതികൾ ഷിൻസാങ്ങിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പോരാത്തതിന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ പേരിലും ഗാർഡ്സിന്റെ ടോർച്ചർ മുഴുവനും ഷിൻസാങ് അനുഭവിക്കേണ്ടതായി വന്നു. ഒരു ഘട്ടത്തിൽ ഇതെല്ലാം സഹിക്കുന്നതിന് പകരം ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പോലും അയാൾക്ക് തോന്നാൻ തുടങ്ങി. ഈ സമയത്താണ് ഷിൻസാങ്ങിനെ പ്രിസൺ ക്യാമ്പിൽ നിന്നും മോചിപ്പിച്ച് ചോ യുൻഹി താമസിക്കുന്ന പാലസിൽ കൊണ്ടുപോകുന്നത്. ആ പാലസിൽ വെച്ച് ഷിൻസാങ്ങും ചോ യുൻഹിയും പരസ്പരം കാണുകയും അവരെ നോർത്ത് കൊറിയയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോയ് ഷിൻസാങ്ങിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തന്നെ എന്തിനാണ് നോർത്ത് കൊറിയയിലേക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് പോലും അറിയാതെയായിരുന്നു ഷിൻസാങ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് പ്രിസൺ ക്യാമ്പിലെ പീഡനങ്ങൾ നേരിടേണ്ടി വന്നത്. തൊട്ടടുത്ത ദിവസം പ്രസിഡന്റ് കിം ജോങ് ഇൽ ഇവരെ കാണാനായി ആ പാലസിലെത്തി. ആക്ട്രസ് ചോ യുൻഹിയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അയാൾ ഡയറക്ടർ ഷിൻസാങ്ങിനോടും പറഞ്ഞത്. നോർത്ത് കൊറിയൻ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ സിനിമകൾ ഉണ്ടാക്കണം. ആ സിനിമ നിർമ്മിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. ഈ വാക്ക് കൊടുത്തതിനു ശേഷം കിം ജോങ് ഇൽ അവിടെ നിന്നും പോയി. നിലവിലെ നോർത്ത് കൊറിയൻ സുപ്രീം ലീഡറായ കിം ജോങ് ഉന്നിന്റെ അച്ഛനാണ് കിം ജോങ് ഇൽ. നോർത്ത് കൊറിയൻ ജനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുടെ സിനിമകൾ കാണുന്നത് നിയമവിരുദ്ധമാണെങ്കിലും പ്രസിഡന്റ് കിം ജോങ് ഇൽ അയാളുടെ ചെറിയ പ്രായം തൊട്ട് തന്നെ കൂടുതൽ വിദേശ സിനിമകൾ മാത്രമാണ് കണ്ടിരുന്നത്. തന്റെ ആദർശങ്ങളും ആശയങ്ങളുമെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സിനിമ ഉപകരിക്കുമെന്ന് കിം ജോങ് ഇല്ലിന് മനസ്സിലായി. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 100ഓളം സിനിമകൾ നോർത്ത് കൊറിയയിൽ റിലീസ് ചെയ്യുന്നു. പക്ഷെ ആ സിനിമകളിലെല്ലാം തന്നെ ഹീറോ പ്രസിഡന്റായ കിം ജോങ് ഇല്ലായിരിക്കും. പോരാത്തതിന് എല്ലാ സിനിമകളിലും ഒരേ കഥകളും. ഒന്നുകിൽ നോർത്ത് കൊറിയൻ ജനങ്ങൾ ഒരാപത്തിൽപ്പെടുമ്പോൾ പ്രസിഡന്റ് കിം ജോങ് ഇൽ രക്ഷപ്പെടുത്തുകയും അതല്ലെങ്കിൽ അമേരിക്കൻ സോൾജിയേഴ്സ് നോർത്ത് കൊറിയയെ ആക്രമിക്കാൻ വരുന്നതും അതിൽ നിന്നും കിം ജോങ് ഇൽ ജനങ്ങളെ രക്ഷിക്കുന്നതുമായിരിക്കും എല്ലാ സിനിമകളിലെയും കഥകൾ. നോർത്ത് കൊറിയയിലെ ജനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലെ സിനിമകൾ കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഈ സിനിമകൾ പോലും വളരെ നാൾ താല്പര്യത്തോടെ കാണാൻ തുടങ്ങി. പക്ഷേ പ്രസിഡന്റ് കിം ജോങ് ഇലിന് നോർത്ത് കൊറിയൻ സിനിമകളുടെ നിലവാരം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സൗത്ത് കൊറിയയിൽ നിന്നും ഒരു ഫേമസ് ആയ ഡയറക്ടറിനെയും ആക്ട്രസിനെയും അയാൾ കിഡ്നാപ്പ് ചെയ്ത് നോർത്ത് കൊറിയയിൽ എത്തിച്ചതും ഇവിടെ നല്ല സിനിമകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതും. ഷിൻസാങ്ങും ചോ യുൻഹിയും ചേർന്ന് ആ പാലസിലെ സെർവൻസിൽ നിന്നും പ്രസിഡന്റ് കിം ജോങ് ഇലിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നു. കിം ജോങ് ഇൽ അയാളുടെ സിനിമകളിൽ അഭിനയിക്കാൻ വരുന്ന പല ആക്ട്രസിനോടും സീക്രട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരുന്നു. പല ആക്ട്രസും കിം ജോങ് ഇല്ലിനോടുള്ള പേടി കാരണം അദ്ദേഹത്തിന്റെ രഹസ്യ ഭാര്യമാരായി തുടർന്നു. അതിലൊരു ലേഡി ആക്ട്രസിൽ കിം ജോങ് ഇല്ലിന് ജനിച്ച മകനാണ് കിം ജോങ് നാം. ഇതിൽ കിം ജോങ് ഇല്ലിന്റെ രഹസ്യ ഭാര്യയായിരുന്ന വോ ഇൻഹി എന്നു പേരുള്ള ആക്ട്രസ് ജപ്പാനിൽ നിന്നും നോർത്ത് കൊറിയയിലേക്ക് വന്ന ഒരു ബിസിനസ്സുകാരനുമായി അടുപ്പത്തിലായി. ഈ കാര്യമറിഞ്ഞ പ്രസിഡന്റ് കിം ജോങ് ഇൽ ആക്ട്രസ് വോ ഇൻഹിയെയും അവരുടെ കാമുകനെയും കാറിനകത്ത് വിഷവാതകം നിറച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വിഷവാതകം ശ്വസിച്ച് കാമുകൻ മരിച്ചെങ്കിലും വോ ഇൻഹി രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലിൽ നിന്നും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയ ആക്ട്രസ് വോ ഇൻഹിയെ കിം ജോങ് ഇൽ അവിടെയുള്ള ഒരു വലിയ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവന്ന് സ്റ്റേഡിയത്തിന് നടുക്കുള്ള ഒരു പോസ്റ്റിൽ കെട്ടിയിട്ടു. ഈ സമയം ആ സ്റ്റേഡിയത്തിൽ 6000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കിം ജോങ് ഇല്ലിന്റെ ഗാർഡ്സ് ആക്ട്രസ് വോ ഇൻഹിയെ തുടർച്ചയായി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് എന്നായിരുന്നു കിം ജോങ് ഇൽ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ചേ യുൻഹിയും ഷിൻസാങ്ങും അത്ര നല്ല ബന്ധത്തിലല്ലെങ്കിൽ കൂടിയും തമ്മിൽ സഹകരിച്ച് കിം ജോങ്ങിന് വേണ്ടി സിനിമകൾ എടുക്കാൻ അവർ തീരുമാനിച്ചു. പ്രസിഡന്റ് കിം ജോങ് ഇല്ലിന്റെ വിശ്വാസ്യത നേടിയതിനു ശേഷം പറ്റിയ അവസരം നോക്കി എങ്ങനെയെങ്കിലും സൗത്ത് കൊറിയയിലേക്ക് രക്ഷപ്പെടണമെന്നതായിരുന്നു അവരുടെ പ്ലാൻ. അങ്ങനെ നോർത്ത് കൊറിയയിലെ ജനങ്ങളുടെ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അറിയുന്നതിനു വേണ്ടി ഇരുവരും നോർത്ത് കൊറിയൻ സിനിമകളെല്ലാം കാണാൻ തുടങ്ങി.
അവർ കണ്ട മിക്ക സിനിമകളിലെയും കഥാപാത്രങ്ങൾ ഇടയ്ക്കിടെ മാറുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതായത് ഒരു കഥാപാത്രമായി അഭിനയിക്കുന്ന ആക്ടറിനോ ആക്ട്രസിനോ പകരം മറ്റൊരു സീനിൽ വേറൊരാളായിരിക്കും വരുന്നത്. ഇങ്ങനെ ആളുകൾ എന്തുകൊണ്ടാണ് മാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള സെർവൻസ് പറഞ്ഞത്, സിനിമാ ഷൂട്ടിങ്ങിനിടയിൽ പ്രസിഡന്റ് കിം ജോങ് ഇലിന് ദേഷ്യം വരുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ ഉടനെ തന്നെ അവരെ പിടിച്ച് പ്രിസൺ ക്യാമ്പിൽ അടയ്ക്കും. പിന്നെ അവരുടെ അതേ കഥാപാത്രത്തെ മറ്റൊരാളെ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ സിനിമകളും കിം ജോങ് ഇൽ എടുത്തിരുന്നത്. ഇതോടെ ഷിൻസാങ്ങിനും ചോയ് യൂൻഹിക്കും ഒരു കാര്യം മനസ്സിലായി. തങ്ങൾ നിർമ്മിക്കുന്ന സിനിമ കിം ജോങ് ഇലിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും അയാൾ തങ്ങളെയും പ്രിസൺ ക്യാമ്പിൽ അടയ്ക്കും. അതിനാൽ പേടി കാരണം വളരെ ശ്രദ്ധിച്ചാണ് അവർ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകൾ തയ്യാറാക്കിയത്. സിനിമയെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രസിഡന്റ് കിം ജോങ് ഇൽ അവർക്ക് ഒരുക്കി കൊടുത്തു. ഒരു വർഷത്തേക്ക് മാത്രം $5.8 മില്യൺ ആണ് സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി ചിലവാക്കാൻ കിം ജോങ് ഇൽ തയ്യാറായത്. അങ്ങനെ പുതുതായി പുറത്തിറങ്ങിയ സിനിമകളെല്ലാം തന്നെ നോർത്ത് കൊറിയൻ ജനങ്ങൾക്കും അതിലുപരി പ്രസിഡന്റ് കിം ജോങ് ഇലിനും വളരെയധികം ഇഷ്ടമായി. തുടർന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ധാരാളം സിനിമകൾ പുറത്തിറക്കി. സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി നോർത്ത് കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്ന ചില വിദേശ രാജ്യങ്ങളിലേക്കും ചോയ് യൂൻഹിയും ഷിൻസാങ്ങും യാത്രകൾ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സൗത്ത് കൊറിയയിലേക്ക് കടക്കാനാണ് അവർ തീരുമാനിച്ചതെങ്കിലും ഗാർഡ്സിന്റെ കണ്ണുവെട്ടിച്ച് ഒന്ന് പുറത്തിറങ്ങാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, നോർത്ത് കൊറിയൻ സ്പൈകൾ അവർ എവിടെ പോയാലും ഒപ്പമുണ്ടാവും. ആരാണ് സ്പൈ എന്നുള്ള കാര്യം അവർക്ക് അറിയുക പോലുമില്ല. അതുകൊണ്ട് നല്ലൊരു ചാൻസ് കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ ഷിൻസാങ്ങും ചോയ് യൂൻഹിയും തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ പ്രസിഡന്റ് കിം ജോങ് ഇലിന് ഷിൻസാങ്ങിനോടും ചോയ് യൂൻഹിയോടും ഒരു പ്രത്യേക താല്പര്യം വന്നു. ഇത് തിരിച്ചറിഞ്ഞ അവർ അടുത്തതായി ഒരു വലിയ സിനിമ നിർമ്മിക്കാമെന്നും അത് വിദേശ രാജ്യങ്ങളിലേക്ക് മത്സരത്തിനയക്കാമെന്നും അങ്ങനെ ചെയ്താൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ നോർത്ത് കൊറിയയുടെ ഇമേജ് കൂടുമെന്നും അതുവഴി നോർത്ത് കൊറിയൻ സിനിമകളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും മറ്റും പറഞ്ഞ് പ്രസിഡന്റ് കിം ജോങ് ഇലിനെ അവർ രണ്ടുപേരും ചേർന്ന് പ്രലോഭിപ്പിക്കുന്നു. പക്ഷേ സിനിമയെടുക്കുന്നതിന് മുൻപ് കുറച്ചു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ജപ്പാനിലെ ഒരു ഫേമസ് ആയ ഡയറക്ടറിനെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് ഷിൻസാങ് കിം ജോങ് ഇലിനോട് പറയുന്നു. ഇതോടെ ഷിൻസാങ്ങിനെയും ചോയ് യൂൻഹിയെയും പ്രസിഡന്റ് കിം ജോങ് ഇൽ ജപ്പാനിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ അവിടെയും അവർക്ക് ചുറ്റും ധാരാളം സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഗാർഡ്സ് ചുറ്റും കൂടി നിൽക്കുന്നത് തങ്ങൾക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും കുറച്ച് പ്രൈവസി വേണമെന്നും ഷിൻസാങ് നോർത്ത് കൊറിയൻ ഗാർഡ്സിനോട് പറയുന്നു. ഒടുവിൽ പ്രസിഡന്റ് കിം ജോങ് ഇല്ലിനോട് പെർമിഷൻ വാങ്ങിച്ചതിനു ശേഷം ഗാർഡ്സ് ഇവരെ 3 പേരെയും റൂമിനകത്താക്കി ലോക്ക് ചെയ്തതിനു ശേഷം റൂമിന് വെളിയിൽ കാത്തുനിന്നു. ഷിൻസാങ്ങും ചോയ് യൂൻഹിയും അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഗാർഡ്സ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഗാർഡ്സിന്റെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ അവർക്കുറപ്പായിരുന്നു. അതിനാൽ ജപ്പാനിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു ടേപ്പിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് അവർ കയ്യിൽ കരുതിയിരുന്നു. ചോയ് യൂൻഹിയും ഷിൻസാങ്ങും നോർത്ത് കൊറിയയിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നും നോർത്ത് കൊറിയയിൽ എത്തിയതിനു ശേഷം അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു എന്ന് തുടങ്ങി പ്രസിഡന്റ് കിം ജോങ് ഇല്ലിന്റെ കൂടെയുള്ള ചില സംഭാഷണങ്ങൾ ഉൾപ്പെടെ അവർ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. ആ ടേപ്പ് ഷിൻസാങ് ജാപ്പനീസ് ഡയറക്ടറിന് കൈമാറുന്നു. ഒരു 6 മാസത്തേക്ക് ആ ടേപ്പ് അയാളുടെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് ഷിൻസാങ് പറഞ്ഞു. അതായത് 6 മാസത്തിനുള്ളിൽ അവർ നോർത്ത് കൊറിയയിൽ നിന്നും രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ ഒന്നുകിൽ പ്രിസൺ ക്യാമ്പിൽ കിടന്ന് മരിക്കേണ്ടി വരും, അതുമല്ലെങ്കിൽ പ്രസിഡന്റ് കിം ജോങ് ഇലിന്റെ ഗാർഡ്സിന്റെ വെടിയേറ്റ് മരിക്കും. ഒരുപക്ഷെ നോർത്ത് കൊറിയയിൽ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ തങ്ങൾ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാമെന്ന് പറഞ്ഞാണ് അവർ അവിടെ നിന്നും തിരിച്ചു പോയത്. പുതിയ സിനിമകളുടെ ഷൂട്ടുകളെല്ലാം നടന്നുകൊണ്ടേയിരുന്നു. രക്ഷപ്പെടാനുള്ള പറ്റിയ അവസരം കാത്തിരുന്ന് 5 മാസങ്ങൾ കടന്നുപോയി. ഷിൻസാങ്ങിനും ചോയ് യൂൻഹിക്കും ഭയം കൂടി വരാൻ തുടങ്ങി. കാരണം 1 മാസത്തിനുള്ളിൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ ആ ജാപ്പനീസ് ഡയറക്ടർ അയാളുടെ കയ്യിലുള്ള വോയിസ് റെക്കോർഡ് ന്യൂസ് ചാനലുകളിൽ കൊടുക്കും. വോയിസ് റെക്കോർഡിംഗ്സ് ചാനലുകളിൽ വന്നാൽ ആ ന്യൂസ് തീർച്ചയായും പ്രസിഡന്റ് കിം ജോങ് ഇല്ലും അറിയാനിടയാവും. അങ്ങനെ വന്നാൽ തീർച്ചയായും തങ്ങൾ നോർത്ത് കൊറിയയിൽ വെച്ച് തന്നെ കൊല ചെയ്യപ്പെടും. അതിനാൽ 1 മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് അവർ ഓരോ വഴികളും ആലോചിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ജാപ്പനീസ് ഡയറക്ടർ 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഷിൻസാങ്ങിനും ചോയ് യൂൻഹിക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ച് വോയിസ് റെക്കോർഡിംഗ്സ് അടങ്ങിയ ടേപ്പുകൾ സൗത്ത് കൊറിയയിലെയും ജപ്പാനിലെയും മീഡിയകൾക്ക് കൈമാറി. പെട്ടെന്ന് തന്നെ ഈ ന്യൂസ് എല്ലാ രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഈ ന്യൂസ് കേട്ട പ്രസിഡന്റ് കിം ജോങ് ഇല്ലിന് അപ്പോൾ അറിയില്ലായിരുന്നു ഇതിന്റെ പുറകിൽ ഡയറക്ടർ ഷിൻസാങ്ങും ചോയ് യൂൻഹിയുമാണെന്ന്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുൻപ് ഷിൻസാങ്ങിനെയും ചോയ് യൂൻഹിയെയും സ്വിറ്റ്സർലാൻഡിലേക്ക് കടത്താൻ കിം ജോങ് ഇൽ തീരുമാനിച്ചു.
കുറച്ച് നോർത്ത് കൊറിയൻ ഗാർഡ്സിനെയും കൂടെ വിട്ടു. ഈ ന്യൂസിനെ കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരമാണ് നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ സ്വിറ്റ്സർലാൻഡിലെത്തി. എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയതും ഷിൻസാങ്ങും ചോ യൂൻഹിയും ഗാർഡ്സിന്റെ കണ്ണു വെട്ടിച്ച് ഒരു ടാക്സിയിൽ കയറി നേരെ സ്വിറ്റ്സർലാൻഡിലുള്ള അമേരിക്കൻ എംബസിയിൽ പോയി അഭയം തേടി. അമേരിക്കൻ എംബസിയിൽ എത്തിയത് മുതൽ അവർ രണ്ടുപേർക്കും അമേരിക്കൻ സോൾജേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയൻ ഗാർഡ്സിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. നോർത്ത് കൊറിയയെ പറ്റിയും പ്രസിഡന്റ് കിം ജോങ് ഇലിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ ചോ യൂൻഹിക്കും ഷിൻസാങ്ങിനും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വർഷങ്ങളോളം അവർ അമേരിക്കയിൽ ജീവിച്ചതിനു ശേഷം 1999 അവർ സൗത്ത് കൊറിയയിലേക്ക് തിരിച്ചു വന്നത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. വ്യത്യസ്തമായ പുതിയൊരു സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.